ദോശമാവ് ബാക്കിയൊന്നോ ഒരു അടിപൊളി മലപ്പുറം മിഠായി ഉണ്ടാക്കിയെടുത്താൽ ഒരു പാത്രം എടുക്കുക, അതിലേക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കുക. ബാക്കി വന്ന ദോശമാവാണ് കേട്ടോ. അതിലേക്ക് മൈദപ്പൊടിയും ചേർത്ത് നന്നായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇതുപോലെ മിക്സ് ആക്കി എടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് ചക്കര വെള്ളം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ആവശ്യത്തില്ല ചക്കര എടുക്കുക, വെള്ളം ഒഴിക്കുക, നന്നായിട്ട് കുറുക്കാൻ വെക്കുക. പിന്നെ അതാ ഒരു മയോണീസിൻ്റെ കുപ്പിയിലേക്ക് ഞാൻ ആ ബാറ്റർ ഒഴിച്ചിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാക്കാൻ വെക്കുക. ഇതുപോലെ പൂവ് ഉണ്ടാക്കിയ ഫസ്റ്റത്തെ പൂവ് ശരിയായിട്ടില്ലെങ്കിലും രണ്ടാമത്തെ പൂവ് ഇത് ശരിയായിട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റൊക്കെ എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിക്കും, അതൊന്നും ടെൻഷൻ അടിക്കണ്ട. അത് നമ്മൾ പതിയെ പതിയെ ചെയ്യുമ്പോൾ അത് റെഡി ആയിക്കോളൂ കേട്ടോ. അപ്പോൾ അതാ പിന്നെയും ചക്കര വെള്ളത്തിൽ മുക്കുക, എടുത്ത് വെക്കുക, വീണ്ടും ഉണ്ടാക്കുക, ചക്കര വെള്ളത്തിൽ മുക്കുക, എടുത്ത് വെക്കുക. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടില്ല നമ്മളെ മലപ്പുറം മുട്ടായി ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് നമ്മൾ ഈ പ്രവാസികൾക്കൊക്കെ മലപ്പുറം മിഠായി എന്ന് വെച്ചാൽ ഒരു വികാരമാണല്ലേ. പെട്ടെന്ന് കിട്ടൂല, എവിടെയും മേടിക്കാനും കിട്ടൂല. അപ്പം നമ്മളെ ചക്കര മിഠായി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ടേ.